ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. 72-ാം നാൾ അർജുനെ കണ്ടെത്തി. 12 അടി താഴ്ചയിൽ നിന്ന് ലോറി ഉയർത്തി. ക്യാബിനിൽ മൃതദേഹഭാഗം. ബാംഗ്ലൂരു. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം. അങ്കോള ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന വാഹനം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ കിട്ടി. ഇതോടെ അർജുനായുള്ള ഗംഗാവലിപ്പുഴയിലെ തെരച്ചിലിന് അവസാനമായി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ ലോറി തങ്ങളുടേതെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. 2 മാസത്തിലേറെയായി വെള്ളത്തിൽ കിടന്ന മൃതദേഹം അഴുകിയ നിലയിലാണ്. മൃതദേഹം കാർവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാതായി 72-ാം ദിവസമാണ് ലോറിയും മൃതദേഹവും പുഴയിൽ 12 മീറ്റർ താഴ്ചയിൽ നിന്ന് ദൗത്യസംഘം കണ്ടെടുത്തത്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലായിരുന്നു ലോറി. മൃതദേഹഭാഗം അർജുൻ്റേതാണെന്ന് ഉത്തര കന്നഡ SP അറിയിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ CP2 മേഖലയിൽ നിന്നാണ് അർജുൻ്റെ ലോറി കണ്ടെടുത്തത്. എബോർഡ് പരിശോധനയിൽ GPS സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണിത്. നാവികസേനയുടെ സംഘമടക്കമാണ് ദൗത്യത്തിനുണ്ടായിരുന്നത്. അർജുനൊപ്പം കാണാതായ 2 കർണാടക സ്വദേശികൾക്കായുള്ള തെരച്ചിൽ തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ക്യാബിൻ അല്പമുയർത്തി ഡിങ്കി ബോട്ടിൽ SDRF ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹം ഭാഗം പുറത്തെടുത്തത്. DNA പരിശോധനയ്ക്കായി മൃതദേഹത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടുകൊടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ജൂലൈ 16-നാണ് ശിരൂരിലെ മണ്ണിടിച്ചിൽ അർജുന്റെ ലോറി കാണാതായത്. അർജുനായി അവസാനം വരെ പോരാടുമെന്ന് തീരുമാനിച്ചിരുന്നതായി സ്ഥലത്തുണ്ടായിരുന്ന ബന്ധു ജിതിൻ പ്രതികരിച്ചു. അർജുൻ തിരിച്ചു വരില്ലെന്ന സത്യം മാനസികമായി കുടുംബം ഉൾക്കൊണ്ടിരുന്നു. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും കണ്ടെത്തുക എന്നതായിരുന്നു ആഗ്രഹമെന്നും ജിതിൻ പറഞ്ഞു. അർജുനെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് വാക്കു നൽകിയിരുന്നെന്നും ആ വാക്ക് ഇങ്ങനെ പാലിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്നും ലോറി ഉടമ മനാഫ് പറഞ്ഞു. തുടക്കം മുതൽ മനാഫ് ശിരൂരിലുണ്ടായിരുന്നു. KYC അപ്ഡേഷൻ വ്യാജേന ഓൺലൈൻ തട്ടിപ്പ്. കോഴിക്കോട്. ദിനംപ്രതി പുതിയ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കളമൊരുങ്ങുമ്പോൾ മുന്നറിയിപ്പുമായി കേരള പോലീസ്. KYC അപ്ഡേഷൻ എന്ന വ്യാജേനയാണ് നിലവിൽ ഒരു സംഘം ഓൺലൈൻ തട്ടിപ്പിന് കളമൊരുക്കുന്നത്. KYC അപ്ഡേഷന്റെ പേരിൽ ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശത്തോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് KYC അപ്ഡേറ്റ് ചെയ്യാമെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ വ്യക്തികളുടെ അക്കൗണ്ടിലുള്ള പണവും നഷ്ടപ്പെടും എന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തട്ടിപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നു. ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടാതെ വ്യക്തിഗത വിവരങ്ങളും വെബ്സൈറ്റിൽ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടുകൂടി OTP ലഭിക്കുന്നു. അത് ബാങ്കിൽ നിന്നെന്ന വ്യാജേന വിളിക്കുന്ന നമ്പറിലേക്കോ വെബ്സൈറ്റിൽ തന്നെയോ നൽകുമ്പോൾ അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദേശങ്ങളിൽ സംശയം തോന്നിയാൽ നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് വിവരം ഉറപ്പുവരുത്താവുന്നതാണ്. യാതൊരു കാരണവശാലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ സന്ദേശത്തോടൊപ്പം ലഭിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യരുത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് 1930 എന്ന നമ്പറിൽ വിളിക്കുക. പണം നഷ്ടമായി ആദ്യ 1 മണിക്കൂറിൽ തന്നെ പരാതി നൽകിയാൽ പണം തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അപേക്ഷ ക്ഷണിച്ചു. കോഴിക്കോട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ ബിരുദാനന്തര കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യൂണിവേഴ്സിറ്റി സ്ഥാപിതമായി 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 28 UG PG കോഴ്സുകളാണ് പുതുതായി ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 16 UG പ്രോഗ്രാമുകളും 12 PG പ്രോഗ്രാമുകളുമാണ് ഉള്ളത്. ഇതിൽ 6 UG പ്രോഗ്രാമുകൾ ഈ വർഷം മുതൽ 4 വർഷ ഓണേഴ്സ് ഘടനയിലേക്ക് മാറുകയാണ്. 4 വർഷ ഓണേഴ്സ് ബിരുദത്തിന് ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റോടുകൂടി എക്സിറ്റ് ഓപ്ഷൻ നൽകുന്നുണ്ടെന്നും വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് അറിയിച്ചു. കൂടാതെ എല്ലാ പ്രോഗ്രാമുകളും UGC DEBയുടെ അംഗീകാരത്തോടെയാണ് നടത്തുന്നത്. അതിനാൽ PSC UPSCയുടെ അംഗീകാരം ഉണ്ടെന്നും മറ്റ് എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിനും ഓപ്പൺ സർവകലാശാലയുടെ ബിരുദം സ്വീകാര്യമാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു.
കൂടാതെ രണ്ടാം ഘട്ട വികസനത്തിൽ പല വിദ്യാഭ്യാസ നൈപുണ്യ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VSP സുധീർ, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ, കോഴിക്കോട് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ K പ്രദീപ് കുമാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ MK പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ഗ്യാസ് ബുക്ക് ചെയ്താൽ ഇനി മുതൽ OTP. വടകര. ബുക്ക് ചെയ്ത ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉപഭോക്താവിന് തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ OTP സംവിധാനവുമായി HP ഗ്യാസ്. ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മെസ്സേജിൽ കാണുന്ന 4 അക്ക OTP നമ്പർ വീട്ടിൽ സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി ബോയിയെ നേരിട്ട് ഏൽപ്പിക്കണം. ഡെലിവറി ബോയ് അത് മൊബൈൽ ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യും. ബുക്ക് ചെയ്ത സിലിണ്ടർ ഉടമയ്ക്ക് തന്നെ ലഭിച്ചെന്ന് ഉറപ്പുവരുത്താനും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താനുമാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് HP ഗ്യാസ് ഡീലറായ ദീപ്തി ഗ്യാസ് ഏജൻസി അറിയിച്ചു. ഫോൺ 0496 2522 744, 2523 280, 2517 144, 2516 344. 10 കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടൽ അറിയാൻ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നു. കൽപ്പറ്റ. വിമൻ ചേംബർ വയനാട്ടിൽ 10 കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കും. ഇക്കാര്യത്തിൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡി IITയുമായി ധാരണയിൽ എത്തിയതായും ജില്ലാ ഭരണകൂടവുമായി പ്രാഥമിക കൂടിയാലോചന നടത്തിയതായും ചേംബർ പ്രസിഡന്റ് ബിന്ദു മിൽട്ടൺ, സെക്രട്ടറി MD ശ്യാമള, ജോയിന്റ് സെക്രട്ടറി സജിനി ലതീഷ്, പാർവതി വിഷ്ണുദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. IITയിലെ മണ്ഡിയിലെ വിദഗ്ധർ പഠനം നടത്തി തീരുമാനിക്കുന്ന ഇടങ്ങളിലാണ് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുക. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഇതിൽ പ്രയോജനപ്പെടുത്തും. കേരളത്തിന് അകത്തും പുറത്തുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകുന്നത് 38,000 ബസ്സുകൾ. തിരുവനന്തപുരം. ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത PPP മാതൃകയിൽ 38,000 ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കാകെ നൽകുന്നത്. യാത്രാക്കൂലി ഓട്ടോമാറ്റിക്കായി വാങ്ങുന്ന സംവിധാനമുള്ള മെട്രോ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിന് നൽകുക. 10 നഗരങ്ങളിലായി 950 ബസ്സുകൾ, 12 മീറ്ററും 9 മീറ്ററും നീളമുള്ള 2 തരം ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ, 12 മീറ്റർ ബസ്സുകൾക്കാണ് കേരളം ആഗ്രഹം പ്രകടിപ്പിച്ചത്. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും 150 ബസ്സുകൾ വീതം ലഭിക്കും. ബസ്സുകൾക്കൊപ്പം ഡ്രൈവർമാരെയും പദ്ധതി നൽകും. ഇസ്രയേൽ വ്യോമാക്രമണം. മിസൈൽ കമാൻഡറുടെ മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. മിസൈൽ ആക്രമണം തടഞ്ഞ് ഇസ്രയേൽ. ബെയ്റൂട്ട്. ലബനനിലെ ഭീകര ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ മിസൈൽ തലവനെ ഇസ്രയേൽ വധിച്ചു. ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മിസൈൽ റോക്കറ്റ് സേനയുടെ കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളായിരുന്നു ഖുബൈസി. മറ്റ് 2 കമാൻഡർമാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഇസ്രയേൽ അറിയിച്ചു. 1980കളിലാണ് ഖുബൈസി ഹിസ്ബുള്ളയിൽ ചേർന്നത്. അതിനുശേഷം നിരവധി സുപ്രധാന ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേൽ പറഞ്ഞു. ഇസ്രയേൽ പൗരന്മാർക്കും സൈനികർക്കും എതിരായ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതും ഇയാളായിരുന്നുവെന്ന് സൈന്യം വ്യക്തമാക്കി. ഇതിനിടയിൽ മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഭീകരർ മിസൈൽ ആക്രമണം നടത്തി. ലബനന് എതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരമാണ് നടപടി. ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി. ടെൽ അവീവിലും മധ്യ ഇസ്രയേലിലും
ഇന്നലെ രാവിലെ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇതാദ്യമായാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുകയാണ്. ലബനനിലെ ഇസ്രയേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ത്രിപുര ഭീകരമുക്തം. സപാഹിജാല. ത്രിപുര ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കുന്നതിനിടെ ത്രിപുരയിൽ നിർണായക നേട്ടം. നിരോധിത ഭീകര സംഘടനകളായ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര NLFT, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് ATTF എന്നിവയിലെ 584 കേഡർമാർ ആയുധം വെച്ച് കീഴടങ്ങി. ഇതോടെ ത്രിപുരയിൽ അവശേഷിച്ചിരുന്ന തീവ്രവാദ സംഘടനകൾ പൂർണ്ണമായും മുഖ്യധാരയിൽ ചേർന്നു. ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്തിരുന്നവരാണ് കീഴടങ്ങിയവർ. നേരത്തെ ഡൽഹിയിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ഇരു സംഘടനകളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി സമാധാന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയ്ക്ക് രാഷ്ട്രത്തിന്റെ പ്രണാമം. ന്യൂഡൽഹി. ഭാരതീയ ജനസംഘ സ്ഥാപകനും ഏകാത്മ മാനവ ദർശനത്തിന്റെ ഉപജ്ഞാതാവുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയ്ക്ക് ജന്മദിനത്തിൽ രാഷ്ട്രത്തിന്റെ പ്രണാമം. ദീൻദയാൽ ഉപാധ്യായയുടെ അന്ത്യോദയ എന്ന ആശയം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിലമതിക്കാനാകാത്ത പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരപൂർവ്വം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ തന്റെ ജീവിതം പൂർണ്ണമായും രാഷ്ട്രസേവനത്തിനും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി സമർപ്പിച്ചതായി BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ അഭിപ്രായപ്പെട്ടു. അന്ത്യോദയ എന്ന മന്ത്രവുമായി രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളുടെ പുരോഗതിക്കും രാഷ്ട്രത്തിന്റെ സ്വാശ്രയത്വത്തിനും അദ്ദേഹം കാട്ടിത്തന്ന മാതൃക പിൻപറ്റി കേന്ദ്ര സർക്കാർ ഈ നിരയിലെ അവസാനത്തെ ആളുടെ ജീവിതത്തിലും പുരോഗതി കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതവും മനുഷ്യ ക്ഷേമത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും വേണ്ടിയുള്ള അചഞ്ചലമായ സമർപ്പണവും നമുക്ക് വഴിയൊരുക്കിക്കൊണ്ടായിരിക്കുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. നാലപ്പാടൻ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. കൊച്ചി. നാലപ്പാടൻ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് C. രാധാകൃഷ്ണൻ, ആശാ മേനോൻ, മോഹൻ ബാബു എന്നിവരടങ്ങുന്ന സമിതിയാണ് ശ്രീകുമാരൻ തമ്പിയെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 7 തൃശൂർ പുന്നയൂർ കുളത്ത് 137ാമത് നാലപ്പാടൻ ജന്മദിനാഘോഷത്തിൽ വെച്ച് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പുരസ്കാരം സമർപ്പിക്കുമെന്ന് നാലപ്പാടൻ സാംസ്കാരിക വേദി സെക്രട്ടറി T. കൃഷ്ണദാസ്, ആഘോഷ സമിതി ചെയർമാൻ അബ്ദുൾ പുന്നയൂർക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോരായ്മകൾ ഇനിയും നികത്താനുണ്ടെന്ന് ക്യാപ്റ്റനും കോച്ചും. ബാംഗ്ലൂരുവിലെ 15 ദിന ക്യാമ്പ് പൂർത്തിയായി. ബാംഗ്ലൂരു. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഒരുങ്ങാനുള്ള ഭാരത ടീം കോച്ചിംഗ് ക്യാമ്പിന്റെ 15 ദിവസം നീണ്ടുനിന്ന ഒരു ഘട്ടം ബാംഗ്ലൂരുവിൽ പൂർത്തിയായി. നായിക ഹരൻപ്രീത് കൗറും കോച്ച് അമോൽ മുസുംദാറും നൽകിയ വാർത്താ സമ്മേളനത്തിൽ ടീമിന്റെ ഏറ്റക്കുറച്ചിലുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഫീൽഡിംഗിലെയും ഫിറ്റ്നസിലെയും പോരായ്മകൾ ഇനിയും നികത്താനുണ്ട്. ഇരുവരും വലിയ വെല്ലുവിളിയായി കരുതുന്നതും അതുതന്നെയാണ്. അടുത്തിടെ ശ്രീലങ്കയ്ക്കെതിരെ ഏഷ്യ കപ്പ് ഫൈനലിലേറ്റ തിരിച്ചടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർമൻപ്രീത് കൗർ സംസാരിച്ചത്. ക്യാച്ചുകൾ പാഴാക്കിയതും ഫീൽഡിംഗിലെ ഗുരുതര പിഴവുകളുമാണ് ഭാരത വനിതകൾക്ക് ഏഷ്യ കപ്പ് കിരീടം നഷ്ടപ്പെടുത്തിയതെന്ന് നായിക ഓർത്തു. ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി NCAയിൽ ലോകകപ്പിന് ഒരുങ്ങാനുള്ള പരിശീലന ക്യാമ്പിൽ ഏറെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. വളരെ വേഗത്തിലുള്ള ഷെഡ്യൂൾ ആണ് ലോകകപ്പിൽ. ഒക്ടോബർ 3 തുടങ്ങുന്ന ലോക പോരാട്ടം 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കി 20 ജേതാക്കൾ നിർണയിക്കപ്പെടും. ഗ്രൂപ്പ് എയിൽ ആണ് ഭാരതം ഉൾപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നിവയാണ് മറ്റ് ടീമുകൾ. റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിൽ വിജയിച്ച് മുന്നിലെത്തുന്ന 2 ടീമുകൾക്കേ മുന്നേറാൻ സാധിക്കൂ.
5-ൽ 3 ടീമുകൾ പുറത്തു പോകുന്ന സ്ഥിതി. ആദ്യ മത്സരം മുതലേ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ്. ഒക്ടോബർ 4-നാണ് ഭാരതത്തിന്റെ ആദ്യ മത്സരം. ദുബായിയിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് ആണ് എതിരാളികൾ. 2 ദിവസത്തിനകം ഇതേ വേദിയിൽ ചിരവൈരികളായ പാകിസ്ഥാനോട് ഒക്ടോബർ 9-ന് 3-ാം അങ്കത്തിൽ ശ്രീലങ്കയുമായി 13-ന് നടക്കുന്ന അവസാനത്തെ ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയെ നേരിടും. 10 ദിവസത്തിനുള്ളിൽ 4 മത്സരങ്ങൾ. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ 4 മത്സരങ്ങൾ കളിച്ച് പട്ടികയിൽ റണ്ണറപ്പുകളെങ്കിലും ആകണമെങ്കിൽ ഫിറ്റ്നസിനായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയാലേ മതിയാകൂ എന്ന് ഹർമൻപ്രീത് കൗർ വ്യക്തമാക്കി. കഴിഞ്ഞ 15 ദിവസത്തെ ക്യാമ്പിൽ ടീം അംഗങ്ങൾക്ക് പരസ്പരം കൂടുതൽ ഒത്തിണക്കമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ നെറ്റ് പരിശീലനത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. അത്ലറ്റിക് മികവും പരമാവധി മെച്ചപ്പെടുത്തിയെടുക്കണം. മാനസിക ഒരുക്കത്തിനായി യോഗ, ഒപ്പം സൈക്കോളജിക്കൽ സെഷൻ എന്നിവയും ക്യാമ്പിന്റെ തുടർന്നുള്ള ഭാഗമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. 9-ാം പതിപ്പിലെത്തിയ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു തവണ ഫൈനലിലെത്തിയത് മാത്രമാണ് ഭാരതത്തിന് എടുത്തു പറയാനുള്ളത്. 2020-ൽ ഓസ്ട്രേലിയ ടീമിനെ തോൽപ്പിച്ച് കിരീട നേട്ടം 5-ആയി ഉയർത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഭാരത പ്രതീക്ഷകൾ സെമിയിൽ തീർത്തുവിട്ടതും ഓസ്ട്രേലിയ തന്നെ. വളരെ ചൂടുകൂടിയ കാലാവസ്ഥയായിരിക്കും ദുബായിലെന്ന് വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ മെയ്യിൽ ബംഗ്ലാദേശിൽ 5 മത്സര പരമ്പര കളിച്ച് പിച്ചുകളെ മനസ്സിലാക്കാൻ ഭാരതത്തിന് സാധിച്ചിരുന്നു. ഇതിന്റെ ആശ്വാസത്തിലിരിക്കെയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ലോകകപ്പ് ദുബായിലേക്ക് മാറ്റിയത്. അവിടെ എത്തിയ ശേഷമേ പിച്ചിന്റെ നില മനസ്സിലാക്കാൻ സാധിക്കൂവെന്ന വെല്ലുവിളിയും നമുക്ക് മുന്നിലുണ്ടെന്ന് ഭാരത കോച്ചുകൾ മുസുംദാർ പറഞ്ഞു. വരാനെ വിരമിച്ചു. പാരീസ്. സമീപകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്രതിരോധ താരങ്ങളിലൊരാളായ ഫ്രാൻസിന്റെ റാഫേൽ വരാനെ കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. 31-കാരനായ താരം 2018 ലോക കിരീടം നേടിയ ഫ്രാൻസ് ടീമിൽ പ്രധാന താരമായിരുന്നു. സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിൽ 10 വർഷം കളിച്ചു. 2011-21 കാലത്തെ ടീമിന്റെ പ്രധാന നേട്ടങ്ങളുടെയെല്ലാം ഭാഗവാക്കായി. ഇക്കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് ഇറ്റാലിയൻ ടീം കോമോയിൽ ഫ്രീ ട്രാൻസ്ഫറായി ചേർന്നിരുന്നു. പക്ഷേ സീരിയെ ലീഗിൽ സാംപ്രോഡിയയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ മാത്രമേ കളിക്കാൻ സാധിച്ചുള്ളൂ. മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ വരാനെ വിശ്രമത്തിലിരിക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട കുറിപ്പിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കോമോയ്ക്കൊപ്പം സീസണിൽ കളിക്കാരനല്ലാതെ തുടരുമെന്ന് വരാനെ അറിയിച്ചിട്ടുണ്ട്. 10 വർഷത്തെ റയൽ ബന്ധം അവസാനിപ്പിച്ച വരാനെ 2021-ലാണ് ഓൾഡ് ട്രാഫഡിലെത്തുന്നത്. യുണൈറ്റഡ് പ്രതാപം മങ്ങി നിൽക്കുകയാണെങ്കിലും 2022-ൽ കരബാവോ കപ്പ് നേടിയപ്പോൾ വരാനെ ടീമിലുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ വർഷം FA കപ്പ് ഫൈനലിൽ ചിരവൈരികളായ സിറ്റിയെ കീഴടക്കി കിരീടം സ്വന്തമാക്കിയപ്പോഴും പ്രതിരോധ ലൈനപ്പിൽ ഈ ഫ്രഞ്ചുകാരൻ നിറഞ്ഞു നിന്നു. ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലെ വിരമിക്കൽ കുറിപ്പിൽ വരാനെ പരാമർശിക്കുന്നുണ്ട്. FA കപ്പ് നേട്ടത്തോടെയാണ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്. ഈ മടക്കവേളയിൽ അത് വലിയ ആഹ്ലാദം പകരുന്നുവെന്ന് കുറിച്ചിട്ടുണ്ട്. നിരന്തരം പരിക്കുകൾ അലട്ടിക്കൊണ്ടിരുന്ന തനിക്ക് ഇനി ഏറെ മുന്നോട്ടു പോകാനില്ല. അക്കാര്യം വ്യക്തമായിരിക്കുന്നു. അതിനാലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് വരാനെ കുറിച്ചു. 2011-ൽ റയലിലെത്തും മുമ്പ് ഒരു സീസണിൽ ലെൻസിന് വേണ്ടി കളിച്ചിരുന്നു. തുടർന്ന് റയലിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നിൽ ടീമിനൊപ്പം സഞ്ചരിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നിൽ നിന്നും നയിക്കുന്ന ടീമിന്റെ പ്രതിരോധ നിരയിൽ സെർജിയോ റാമോസിനൊപ്പം ചോർച്ചയില്ലാത്ത പ്രതിരോധ കോട്ട തീർത്ത് വരാനെയും നിറഞ്ഞു നിന്നു. ഇക്കാലയളവിൽ 3 ലാ ലിഗ ടൈറ്റിലുകളും 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും റയൽ നേടി.
റയലിൽ നിന്ന് 34 ദശലക്ഷം പൗണ്ടിനാണ് യുണൈറ്റഡ് വരാനയെ സ്വന്തമാക്കിയത്. 2013 ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം കണ്ടെത്തിയ വരാനെ 93 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. 2018 റഷ്യൻ ലോകകപ്പ് നേടിയ ഫ്രഞ്ച് ടീമിലെ പ്രതിരോധ നിരയുടെ അമരം വരാനയ്ക്കായിരുന്നു. ചെസ് ഒളിമ്പ്യാഡ് ജേതാക്കളെ നേരിട്ട് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ന്യൂഡൽഹി ബുഡാപെസ്റ്റിൽ നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം ചൂടിയ ഭാരത പുരുഷ വനിതാ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പുരുഷ ടീം അംഗങ്ങളായ ടി ഗുഗേഷ്, അർജുൻ എറിഗൈസി, ആർ പ്രജ്ഞാനന്ദ, വിദിത് ഗുജറന്തി, വനിതാ ടീം അംഗങ്ങളായ അഭിജിത്ത് കുൻഡെ, ആർ വൈശാലി, ഡി ഹരിക, താനിയ സച്ദേവ്, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ താരങ്ങൾ അദ്ദേഹത്തിന് ഒരു ചെസ് ബോർഡ് സമ്മാനിച്ചു. അർജുൻ എറിഗൈസിയും ആർ പ്രജ്ഞാനന്ദയും തമ്മിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ചെസ് കളിക്കുകയും ചെയ്തു. താരങ്ങളുമായി